Good evening, learners. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 8 അഗ്രികൾച്ചറൽ പോളിസി. നമുക്കറിയാം, കാർഷിക മേഖലയുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദന സാധ്യതകൾ, ആ കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില, റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള പ്രൈസസ്, അതുപോലെ തന്നെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ അഗ്രികൾച്ചറൽ പോളിസിയിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ പോളിസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ഈ ഇന്ത്യൻ അഗ്രികൾച്ചറിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്. ഏറ്റവും ആദ്യത്തെ നമുക്കറിയാം ലോ പ്രൊഡക്ടിവിറ്റിയാണ്. കാരണം മറ്റു രാജ്യങ്ങളെയും നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ, ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്പിംഗ് രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നത്തിന്റെ ഉൽപാദനക്ഷമത വളരെ വളരെ മോശമാണ്. അപ്പൊ നമുക്കത് ഇംപ്രൂവ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്താൽ മാത്രമല്ല, അത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില പോളിസി ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്, കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് ഒരു റെമ്യൂണറേറ്റീവ്, അവർക്ക് ലാഭകരമായിട്ടുള്ള വില അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള വില അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ക്ഷേമം നമുക്ക് സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, there are a lot of people who are depending upon these farmers. നമുക്കറിയാം, മേജർ ഫുഡ് it is actually being supplied by the farmers. അപ്പോൾ the welfare of the farmers as well as the welfare of the consumers, they have to be protected. That can be done by following a reasonable agricultural policy. മൂന്നാമതായിട്ട്, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദ മാർക്കറ്റ് ടെക്നോളജി ആൻഡ് വെദർ റിസ്ക്. നമുക്കറിയാം, ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേഗറീസ് ഓഫ് ദ മൺസൂൺ, ചാഞ്ചാട്ടം. അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള നമ്മുടെ ഇന്റർനാഷണൽ പ്രൈസസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, റീജിയണൽ പ്രാദേശികമല്ലാതെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പല പല മേഖലയിലും ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ വ്യത്യാസം, ഇതെല്ലാം നമ്മുടെ കാർഷിക മേഖലയുടെ ഉൽപ്പന്നത്തിനെ നമുക്ക് അതിനെ ഒരു പരിധി വരെ അതിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാം ടൊമാറ്റോസിന്റെ വില. മനസ്സിലായോ? ഒന്ന്, ടൈമിലി അല്ലാത്തൊരു മഴ പെയ്തത് കാരണമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ അതിന്റെ വില ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്. അപ്പൊ ഇതേപോലത്തെ റിസ്കുകൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിസ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, കൂടുതൽ അമിതമായിട്ട് മഴ ഉണ്ടായിട്ടോ, അപ്പൊ അല്ലെങ്കിൽ താമസിച്ച് മഴ പെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചൂട് കൂടിയത് കൊണ്ടോ, ഇതെല്ലാമാണ് കാർഷിക മേഖലയിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ചില റിസ്കുകൾ. ഈ റിസ്കുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ അവർക്കൊരു അഷുറൻസ് കൊടുക്കണം. നിങ്ങൾ കൃഷി ചെയ്തോ? കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാമല്ലോ, കാർഷിക മേഖലയിൽ സാധാരണഗതിയിൽ ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൈസസ് ഓഫ് ദ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഇപ്പൊ നെല്ല് ഉൽപ്പാദിപ്പിക്കണോ, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കണോ, അല്ലെങ്കിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കണോ എന്ന് ഒരു കർഷകരുടെ മുന്നിൽ വരുമ്പോൾ അവരെ എപ്പോഴും നോക്കുന്നത് കഴിഞ്ഞ വർഷം എന്തായിരുന്നു കൃഷി, ഏതാണ് റെമ്യൂണറേറ്റീവ്, അവരതിന്റെ പുറകെ പോകും. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരമായിട്ട് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാന് പകരമായിട്ട് അവർക്ക് കരിമ്പ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് നോക്കും. കാരണം ഇതിനെല്ലാം കാലാവസ്ഥയൊക്കെ ഏകദേശം ഒരേപോലത്തെ തന്നെയാണ്. ഇച്ചിരി കൂടുതൽ വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ മാത്രമേ യഥാർത്ഥത്തിൽ, കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം മാത്രമേ ഇതുകൊണ്ട് കുറച്ച് അതിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഭയങ്കര പ്രധാനമായിട്ടുള്ള ഇഷ്യൂസ് ആണ്. നമ്മുടെ റെമ്യൂണറേറ്റീവ് പ്രൈസസ് കൊടുക്കണം. ദെൻ മാർക്കറ്റ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഡിഫറെന്റ് റിസ്ക്. അപ്പൊ നമ്മൾ വി ഹാവ് ടു പ്രൊട്ടക്ട് ദ ഫാമേഴ്സ് ഫ്രം ദീസ് ടൈപ്സ് ഓഫ് റിസ്ക്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും പോളിസി ഇൻസ്ട്രുമെന്റ്സ് അത്യാവശ്യമാണ്. ഏതെല്ലാമാണ് പോളിസി സപ്ലൈ സൈഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞത്? നമുക്ക് ആവശ്യത്തിന് ലാൻഡ് റിഫോംസ് വേണം. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ഓഫ് ന്യൂ ഫാം ടെക്നോളജീസ് വേണം. പ്രൈസ് സപ്പോർട്ട് വേണം. അതിനെ പറഞ്ഞത് MSP, ദാറ്റ് ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കും അതുപോലത്തെ ഇതര സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടണം. ഇൻപുട്ടിന് സബ്സിഡി കൊടുക്കണം.
പബ്ലിക് ഗവൺമെന്റ് തല നിക്ഷേപം നടക്കണം, ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് നടക്കണം, ക്രോപ്പ് ഇൻഷുറൻസ് നടക്കണം. ഇതെല്ലാമാണ് സപ്ലൈ സൈഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഓർഡർ ടു കണ്ടെയ്ൻ ദീസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡ് സൈഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഡിമാൻഡ് സൈഡ് ഇൻസ്ട്രുമെന്റ്സ്? ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്. ഗവൺമെന്റ് വേണമെങ്കിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. മനസ്സിലായി? ഇപ്പൊ പിന്നെ അനാവശ്യമായിട്ട് സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികളുടെയൊക്കെ വില പോകുമ്പോൾ ഗവൺമെന്റ്, മനസ്സിലായി, ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ, ദേ വിൽ ഹാവ് ടു ഇന്റർഫിയർ. അവർ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യണം. അല്ലാണ്ട് ഇറ്റ് കനോട്ട് ബി ലെഫ്റ്റ് ടു ചാൻസസ്. അത് അവര് അത് കാര്യങ്ങൾ തന്നെ ഇത് ചെയ്തോളും. ചില സമയത്ത് ഈ ഓനിയൻ, അതായത് സവോളയുടെയും പൊട്ടറ്റോസിന്റെ എല്ലാം, അത് ഉരുളക്കിഴങ്ങിന്റെ എല്ലാം വില കയറുമ്പോൾ ഗവൺമെന്റ് ആ സമയത്ത് ഇതിന്റെ എല്ലാം എക്സ്പോർട്ട് അവർ ബാൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ബാൻ ചെയ്യുന്നത്? കാരണം ഡൊമസ്റ്റിക് ആയിട്ട്, ആഭ്യന്തരമായിട്ട് ആവശ്യത്തിന് ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് സൈഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് വേണമെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അയൽ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യണം. ആ സ്കേഴ്സിറ്റി മാറ്റണം. ഏതോ ഒരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഒനിയന്റെ വില, സവോളയുടെ വില കയറിയത് കൊണ്ട് അത് അവര് ട്രംപ് കാർഡാക്കി, തുറുപ്പ് ചീട്ടാക്കി ഒരു സ്ഥലത്ത് ഒരു ഗവൺമെന്റിന് അന്ന് ഭരിച്ചിരുന്ന വെച്ചാൽ ആ ഗവൺമെന്റിന്റെ പിന്നെ നേതാക്കൾക്ക് അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോയി. അന്ന് ഭരിച്ചിരുന്ന വെച്ചാൽ, ആ സംസ്ഥാനത്തിൽ ഭരിച്ചിരുന്ന വെച്ചാൽ പ്രതിപക്ഷം അതോട് മുതലെടുത്ത്. പക്ഷെ അത് ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ ഒരു പ്രതിഭാസമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോ ഡിമാൻഡ് സൈഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് സബ്സിഡി കൊടുക്കണം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവരണം. മനസ്സിലായി? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ അതിന്റെ ആ പിന്നെ മഹത്വം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മീൻസ് മിനിമം ഇല്ല, ആരും ഈ ഒരു രാജ്യത്തിലും പട്ടിണി കിടക്കരുത്, ഒരു സംസ്ഥാനത്തിൽ ആരും പട്ടിണി കിടക്കരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മിനിമം കാർഡിന്റെ ഒക്കെ ബേസ് വെച്ച്, ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഡിന്റെ കളറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവർക്ക് 5 കിലോ കരിയോ 10 കിലോ കരിയോ 15 കിലോ കരിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി സബ്സിഡൈസ്ഡ് റേറ്റിൽ 1 രൂപക്ക് 2 രൂപക്ക് 5 രൂപക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് പട്ടിണി മരണം ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു കവറേജ് ആൻഡ് റേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ദെൻ അഗ്രികൾച്ചറൽ ട്രേഡ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾക്ക് ഇനി ഇത് അറിയാം, വാട്ട് ആർ ദ പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ദ റീസെന്റ് പോളിസി റിഫോംസ്. ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഗ്രികൾച്ചറൽ പോളിസി. അഗ്രികൾച്ചർ പോളിസി ആദ്യം തന്നെ നമുക്ക് എന്താണ് അത് ഡിഫൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ ടു ഗൈഡ് ഡിസിഷൻസ് ഫോർ അച്ചീവിംഗ് പ്രീഡിറ്റർമിൻഡ് ഗോൾസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. ഓരോ രാജ്യത്തിനും ചില പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുകരിക്കുന്ന ചില നയങ്ങളെന്ന് നമ്മൾ പറയുന്നത് അഗ്രികൾച്ചറൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് പോളിസീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. നമുക്കറിയാം അഗ്രികൾച്ചർ, ഞാൻ പറഞ്ഞു അഗ്രികൾച്ചർ കാർഷിക മേഖല പല പിന്നെ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഏതെല്ലാമാണ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ? സച്ച് ആസ് ലാൻഡ് പോളിസി, പ്രൈസ് പോളിസി, ട്രേഡ് പോളിസി, ക്രെഡിറ്റ് പോളിസി, ഫുഡ് പോളിസി. ഇതെല്ലാം കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ദർഫോർ ഇതിനു വേണ്ടിയിട്ട് ഒരു ദേശീയ തലത്തിൽ ഒരു അപ്രോച്ച് വേണം ടു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. അതിനു വേണ്ടിയിട്ട് ഒരു നയം വേണം. ആ നയം നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ പോളിസി എന്ന് പറഞ്ഞത് പ്ലാനിങ് എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണ്. ഇന്റർചേഞ്ചബിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിസിയും ഇതും രണ്ട്. ഇറ്റ് ഈസ് ഇന്റർലിങ്ക്ഡ് ബട്ട് ദേ ആർ ഡിഫറെന്റ്. അതിന്റെ അർത്ഥം തന്നെ മീനിങ് ആണ്. എന്താണ് ആദ്യം തന്നെ പോളിസി എന്ന് പറഞ്ഞാൽ റിഫേഴ്സ് ടു ദി അപ്രോച്ച് ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ദ ഗവൺമെന്റ് വൈൽ പ്ലാനിങ് റിലേറ്റ്സ് ടു ദി എക്സിക്യൂഷൻ. അപ്പൊ ഈ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഔട്ട്ലുക്ക് ഓഫ് ദ ഗവൺമെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് സം പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് പോളിസി എന്ന് പറഞ്ഞത് അതൊരു അപ്രോച്ചാണ്, ഇതൊരു ഔട്ട്ലുക്ക് ഓഫ് ദ ഗവൺമെന്റ് ആണ്. ഇനി പ്ലാനിങ് എന്താണ്? ദിസ് ഈസ് ദ എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദാറ്റ് അപ്രോച്ച്. ഗവൺമെന്റ് ചില പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചില പ്ലാൻ ചെയ്യും.
ഈ പ്ലാൻ ചെയ്യുന്ന എന്തെന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ്സ് ടു ദ എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദാറ്റ് അപ്രോച്ച്. അപ്പോൾ പ്ലാനിങ് ത്രൂ വിച്ച് ദ പോളിസി ഔട്ട്ലുക്ക് ഓഫ് ദ ഗവൺമെന്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ത്രൂ വിച്ച് the policy outlook of the government can be implemented. ഇനി അഗ്രികൾച്ചർ പോളിസിക്ക് ചിലപ്പോൾ ലോങ് ടേം ഉണ്ടാവും, ഷോർട്ട് ടേം ഔട്ട്ലുക്ക് ഉണ്ടാവും, ആൻഡ് മേ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ബിയോണ്ട് ദ സ്പെസിഫിക് ടൈം പീരിയഡ്. അപ്പോൾ ഒരു ടൈം പീരിയഡ് ഇത് എന്ത് തീരും ഈ പോളിസി, അഗ്രികൾച്ചർ പോളിസിക്ക് ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ലോങ് ടേമിൽ അച്ചീവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് ഇറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു ഫോർ ഇയേഴ്സ് ടുഗദർ. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ 5 പഞ്ചവത്സര 5 ഇയർ പ്ലാൻസ്. ഇതൊരു ലോങ് ടേം പ്ലാനാണ്, 5 വർഷത്തെ പ്ലാനാണ്. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ലോങ് ടേം. അപ്പോൾ അഗ്രികൾച്ചർ പോളിസി ചിലപ്പോൾ ലോങ് ടേം ആവാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ എക്സ്റ്റെൻഡ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ഇയർ ഓൾസോ. സേ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ. അതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ അഗ്രികൾച്ചർ അവർ പാടെ അവർ മാറ്റിയില്ല. അഗ്രികൾച്ചറിന്റെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോളിസി അഗ്രികൾച്ചറിൽ കൊണ്ടുവരികയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവർ ഇൻഡസ്ട്രിയലൈസേഷനും അതിനകത്ത് കൂടി കയറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അഗ്രികൾച്ചർ നമുക്ക് കാര്യമായിട്ട് നേട്ടം നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ട് കാർഷിക മേഖലയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ ലെറ്റ് us leave it out. അങ്ങനെ ചെയ്തില്ല അവർ. മനസ്സിലായോ? അവര് കാർഷിക മേഖലയ്ക്ക് വീണ്ടും അതിന്റെ പ്രാധാന്യം കുറക്കാതെ തന്നെ വ്യവസായിക മേഖലയ്ക്കും അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അവർ നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തു. എ പ്ലാൻ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ടൈം ബൗണ്ട്. അപ്പോൾ പോളിസി മേ ഈവൻ എക്സ്റ്റെൻഡ്, it can be short term or long term, or it can be also extended to a further period. പക്ഷേ നേരെ മറിച്ച് ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ബൗണ്ട് ഡ്യൂറിങ് വിച്ച് ദ ഗവൺമെന്റ് മേക്സ് എഫർട്സ് ബൈ അലോക്കേറ്റിംഗ് ദ റിക്വയർഡ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ബൗണ്ടാണ്. ആ ടൈം ബൗണ്ടിനുള്ളിൽ ഇതേ ഒരു പ്ലാൻ, ഒരു പ്രൊജക്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കി. സേ ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജ്, ഇപ്പൊ NH-66 വലിയ ഒരു പ്രോജക്റ്റ് ഇവിടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോവുകയാണ്. ഓഫ് കോഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോ അവർക്ക് ഒരു പ്രോജക്റ്റ് ആ ടൈം ഇതിന് അവരുടെ പ്ലാനിന് ഒരു ടൈം ബൗണ്ട് ഉണ്ട്. ലെറ്റ് us say they will say that they will complete in 2025. ചിലപ്പോൾ 2 വർഷം കൂടുതലെടുക്കും, ചിലപ്പോൾ 3 വർഷം കൂടുതലെടുക്കും. ബട്ട് എ പ്ലാൻ ഈസ് ഓൾവേസ് ടൈം ബൗണ്ട് ഡ്യൂറിങ് വിച്ച് ആ സമയത്ത് ഗവൺമെന്റ് മേക്സ് എഫേർട്സ് ബൈ അലോക്കേറ്റിംഗ് ആവശ്യത്തിനുള്ള ഫിസിക്കലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ടു അച്ചീവ് ദിസ് ഇന്റൻഡഡ് ഒബ്ജക്റ്റീവ്സ്. ഇനി ചിലപ്പോൾ സം കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി അഗ്രികൾച്ചർ പോളിസിക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് ചിലപ്പോൾ ദേ മേ നോട്ട് റിക്വയർ എനി പ്ലാനിങ് അറ്റ് ഓൾ, ഓർ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഈ ആവശ്യം ഉണ്ടാവില്ല. സേ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് റിഫോം നടത്തുന്നതിന് പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ആവശ്യമില്ല. ടെനൻസി റിഫോം നടത്തുന്നതിന് മാർക്കറ്റ് എക്സ്പെൻഡിച്ചറിന്റെ ആവശ്യമില്ല. വ്യാപാരത്തിന്റെ നിയന്ത്രണങ്ങൾ, ട്രേഡ് റെഗുലേഷൻ നടത്തണമെങ്കിൽ. അപ്പോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള ഡയറക്റ്റ് കോസ്റ്റും ഇല്ല. പക്ഷേ അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ കോസ്റ്റും അതിന്റെ ബെനിഫിറ്റും ഇറ്റ് മേ ഹാപ്പൻ ടു സം അതർ ഡിഫറെന്റ്. അതിന്റെ കോസ്റ്റും അതിന്റെ ബെനിഫിറ്റും ചിലപ്പോൾ കൺസ്യൂമേഴ്സിന് ചിലപ്പോൾ ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് ചിലപ്പോൾ കിട്ടിയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം ചിലപ്പോൾ ഫാമേഴ്സിന് കിട്ടി. ഫോർ എക്സാമ്പിൾ അവർ പറയാൻ, ഇഫ് ടാരിഫ് ഈസ് ഇൻക്രീസ്ഡ് ഓൺ അഗ്രികൾച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് പ്രൈസസ് ഡെഫിനറ്റ് ആയിട്ട് അതനുസരിച്ച് കൂടും. 2 രൂപ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ അവർ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പച്ചക്കറിയുടെ സാധനങ്ങളുടെയും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ വില ഗണ്യമായിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ കൂടുതലായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞതെന്താണ്, ഈ പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ കേരളത്തിലെ ഗവൺമെന്റ് അവർ പ്രധാനമായിട്ട് 2 രൂപ സെസ് ഏർപ്പെടുത്തി. എന്തിനാണ്? അപ്പൊ ഈ സെസ് കൊടുക്കുന്ന ആരാണ്? വണ്ടി ഓടിക്കുന്നവർ കൊടുക്കണം. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അത് കൊണ്ടുവരുന്ന, അതിനകത്ത് കയറ്റി കൊണ്ടുവരുന്ന സാധനത്തിന്റെ വില ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഐ തിങ്ക് ചിക്കൻ പ്രൈസ് വെന്റ് അപ് ടു 180 വരെ പോയി ഈ ഇടക്കായിട്ട്. ചില സ്ഥലത്തൊക്കെ അത് 180 വരെ, അതിന് 60 70 ഒക്കെ വരെ പോയി. അതുപോലെ തന്നെ വെജിറ്റബിൾസ് പ്രൈസസ് ദേ ആർ സോറിങ്. ദ ഗവൺമെന്റ് ഹാസ് നോ റിപ്ലൈ.
അവർക്കൊരു പരിഹാരം കാണാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. Then agricultural policy. Agricultural policy may have different objectives to be achieved. നമുക്കറിയാം what are the different objectives. നോക്കിക്കോളണം കേട്ടോ. Broadly speaking, the following objectives are the broadly we can identify the following policy objectives in the context of Indian agriculture. ഏതൊക്കെയാണ്? Price protection to the farmers and management of price volatility due to global integration of Indian agriculture. നമുക്കറിയാം നമ്മളിപ്പോൾ ഗ്ലോബലൈസ്ഡ് എക്കോണമിയാണ്, മനസ്സിലായോ? അപ്പൊ ഗ്ലോബൽ ഇന്റഗ്രേഷൻ, ഇന്ത്യ മറ്റ് രാജ്യങ്ങളായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത് കാരണം, ആഗോളവൽക്കരിച്ചത് കാരണം അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇത് ചെയ്യും. നമുക്കറിയാം ഓയിലിന്റെ ഒക്കെ വില, ഇന്റർനാഷണൽ പ്രൈസസിന്റെ വിലയാണ് ഇപ്പൊ ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഫാമേഴ്സിന് പ്രൈസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കൺസർവേഷൻ, മാനേജ്മെന്റ് ആൻഡ് റാഷണൽ യൂസ് ഓഫ് ലാൻഡ്, ഇതെല്ലാം വെറുതെ വേസ്റ്റ് ആക്കി ഉപയോഗിക്കുക. വാട്ടർ ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. ഡെവലപ്പിംഗ് കോസ്റ്റ് ഇഫക്റ്റീവ് എനർജി എഫിഷ്യന്റ് റിസോഴ്സ് കൺസർവേഷൻ ഫാം ടെക്നോളജീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം, എനർജി എഫിഷ്യന്റ് ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എനർജി അത് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് വിഭവങ്ങൾ നമ്മൾ കൺസർവ് ചെയ്യണം. എൻഷുറിങ് ഇക്കണോമിക് വയബിലിറ്റി ഓഫ് സ്മോൾ ആൻഡ് ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ മാർജിനൽ ഫാമേഴ്സിനെയും അവരുടെ എല്ലാം ഇക്കണോമിക് സാമ്പത്തികമായിട്ട് അവർക്ക് നിലനിൽപ്പിന് ഉണ്ടായിരിക്കണം. ഫാം ഡൈവേഴ്സിഫിക്കേഷൻ ടുവേർഡ്സ് ഹൈ വാല്യൂ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സ്. ഫാം നമ്മൾ നെല്ല് ഈ അരിയും ഗോതമ്പും മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഫാം ഡൈവേഴ്സിഫൈ ചെയ്യണം. എന്താണ്? ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതുപോലെ ലൈഫ് സ്റ്റോക്ക്, കന്നുകാലി വളർത്തൽ, ഇതിനെപ്പോലെ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വിപുലീകരിക്കണം. റീജിയണൽ ഇനീക്വാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഫ്രീ ഫ്ലോ ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത്, ഇന്നലെ ഞാൻ പേപ്പറിൽ വായിച്ച്, തമിഴ്നാട്ടിലെ ഏതൊരു സ്ഥലത്ത് ഇപ്പോഴും 2 രൂപക്കാണ് തക്കാളി വെക്കുന്നത്. അപ്പോൾ റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ട്. whereas here it is 110 rupees or 140 rupees ആണെങ്കിൽ there are even some places where it is being sold for 20 rupees. അത് കാരണം എന്താണ്? റീജിയണൽ ഡിസ്പാരിറ്റീസ് കൊണ്ടാണ്. അത് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ഇൻഇക്വാലിറ്റീസ്, അതുപോലെ എൻഷുറിങ് ഫ്രീ ഫ്ലോ ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അക്രോസ് ദ കൺട്രി, ഇംപ്രൂവിംഗ് ദ ഫങ്ഷനിങ് ഓഫ് agricultural product and factor markets. Excuse me. ഇനി അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രോഡർ ടേമാണ്. അതിനകത്ത് കുറെ സബ് സെക്ടേഴ്സ് ഉണ്ട്. ഏതെല്ലാമാണ് സബ് സെക്ടേഴ്സ്? ഒന്ന് ക്രോപ്പ് ഹസ്ബൻഡറി. ക്രോപ്പിന്റെ ഹസ്ബൻഡ് അല്ല, ക്രോപ്പ് ഹസ്ബൻഡറി മീൻസ് എന്താണ്? വാട്ട് ഈസ് ക്രോപ്പ് ഹസ്ബൻഡറി? ഇൻക്ലൂഡ്സ് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ക്രോപ്സ്. അതാണ് ക്രോപ്പ് ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ, പോൾട്രി, നമുക്കറിയാം, കോഴി വളർത്തൽ, ഫിഷറി ആൻഡ് അതർ അലൈഡ് ആക്ടിവിറ്റി. ഇതെല്ലാം പ്രൈമറി സെക്ടറിന്റെ കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ കീഴിൽ വരുന്നതാണ്. ക്രോപ്പ് ഹസ്ബൻഡറി മീൻസ് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ക്രോപ്സ്. ഹോർട്ടിക്കൾച്ചർ മീൻസ് നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്ലോറിക്കൾച്ചർ മീൻസ് മനസ്സിലായ പൂ. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കേരളത്തിൽ ഓരോ ദിവസവും കൊണ്ടുവന്ന് വിൽക്കുന്ന പൂവിന്റെ കണക്ക് നിങ്ങൾക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ പൂവില്ലാത്ത സംസ്ഥാനങ്ങളിൽ അതൊക്കെ കൊണ്ട് വിൽക്കുന്നത് നിങ്ങൾക്കറിയാം. ഫ്ലോറിക്കൾച്ചർ. സോ ഇതെല്ലാം ഈ ഫാമേഴ്സിന്റെ വരുമാനം വർദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ എഫിഷ്യന്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. There is a need to have a policy that effectively integrates all these activities. Now, within the crop sector, എന്തായിരിക്കണം policy initiatives? It may be separate for food crops, feed crops. കന്നുകാലികളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഫീഡ് ക്രോപ്സ് ഉണ്ട്, ക്യാഷ് ക്രോപ്സ് ഉണ്ട്, ട്രഡീഷണൽ ക്രോപ്സ് ഉണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് നയങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ഇൻ ഇന്ത്യ വീറ്റ്, പാഡി ആൻഡ് ഷുഗർ കെയിൻ. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം that is mainly because of the political lobby in favor of these crops. അല്ലേ? ഇപ്പൊ യു പി അതേപോലെ തന്നെ പഞ്ചാബ്, ഇവിടെ എല്ലാം വലിയ പൊളിറ്റിക്കൽ ലോബിയാണ്. അത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീറ്റ്, പാഡി ആൻഡ് ഷുഗർ കെയിൻ ആണ്. യു പിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഷുഗർ കെയിൻ ഭയങ്കര കൂടുതലാണ്. They give a lot of importance for the production of sugar cane.
രാത്രിയൊക്കെ നമ്മൾ റോഡിൽ കൂടി നമ്മൾ ആ ഭാഗത്തൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ ട്രാക്ടറിനകത്ത് ഈ ഷുഗർ കെയിനാണ്. ഒരു വശത്ത് ഷുഗർ കെയിൻ, അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാർബിളാണ്. രാജസ്ഥാനിൽ നിന്ന് മാർബിളാണ് യഥാർത്ഥത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് സെക്ടർസ് ആർ യെറ്റ് ടു റിസീവ്. പക്ഷേ മനസ്സിലായ, ഗവൺമെന്റ് ഈസ് ഗീവിംഗ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്, lot of attention for wheat, paddy and sugarcane. നേരെ മറിച്ച് ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് സെക്ടേഴ്സ് അതിനൊന്നും കാര്യമായിട്ടുള്ള പോളിസി സപ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഹോർട്ടിക്കൾച്ചറിന്, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷനൊക്കെ ധാരാളം ഗവൺമെന്റ് ശ്രദ്ധ കൊടുത്തിട്ടും ആവശ്യമായിട്ടുള്ള ഇത് ശ്രദ്ധ അവർക്ക് കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലൈഫ് സ്റ്റോക്ക് പ്രൊവൈഡ് റിലേറ്റീവ്ലി മോർ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ദാൻ ഫുഡ് ക്രോപ്സ്. ഫ്രൂട്ട്സ് വളർത്തുന്നവർ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ലൈഫ് സ്റ്റോക്ക് കന്നുകാലികളൊക്കെ വളർത്തുന്നവർക്ക് സാധാരണഗതിയിൽ വരുമാനവും എംപ്ലോയ്മെന്റും കുറച്ച് കൂടാനായിട്ട് സാധ്യതയുള്ള നമ്മുടെ ഫുഡ് ക്രോപ്സിനെ കാട്ടിയും. Therefore, the growth of this product is demand driven. ആവശ്യക്കാർ കൂടുതലുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ദെൻ ഇത് കൂടാതെ പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ക്രോപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലൈഫ്, ഇതെല്ലാം and then they are perishable commodities subject to a greater market risk. അത് ഈ അഗ്രികൾച്ചർ കമോഡിറ്റീസ് മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടിങ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. കാരണം അഗ്രികൾച്ചർ കമോഡിറ്റീസ് ആർ നോർമലി ബൾക്കി and cannot be stored for a long time without processing. അത് പ്രോസസ് ചെയ്യാതെ നമുക്ക് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഈസ് ഓൾസോ വെരി വെരി ഹൈ, കാരണം ഇറ്റ്സ് വെരി ബൾക്കി. പറഞ്ഞു മനസ്സിലായോ? അപ്പോ there is a lot of market risk that is being involved in this. അപ്പോൾ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ആൻഡ് വിത്ത് ഓൾ ദീസ് ആർ യഥാർത്ഥത്തിൽ they are lacking in India. Therefore, knowledge of sectoral perspective on overall farm sector is necessary for evolving a natural policy, for comprehensive policy. ഇനി ഒരു ഫാർമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 3 ആവശ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, adequate incentive to produce, ഉൽപ്പാദിപ്പിക്കാണ്ട് അദ്ദേഹത്തിന് പ്രചോദനം കൊടുക്കണം. പ്രചോദനം കൊടുക്കുന്ന എപ്പോഴും എന്താണ്, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന വിലയ്ക്ക് നല്ല വില കിട്ടണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രചോദനം. അപ്പോൾ പ്രൈസ് സപ്പോർട്ട് വേണം. എ സെക്യൂർഡ് റിസോഴ്സ് ബേസ്, അദ്ദേഹം കൃഷി ചെയ്യുന്ന സ്ഥലം അദ്ദേഹത്തിന് സ്വന്തമായിരിക്കണം. ആവശ്യത്തിന് ഇറിഗേഷൻ കിട്ടണം, മനസ്സിലായോ, ജലസേചന സൗകര്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്, ആക്സസ് ടു വെൽ ഡെവലപ്ഡ് മാർക്കറ്റ്സ്. അല്ലെങ്കിൽ ഈ അടുത്തുള്ള മണി ലെൻഡേഴ്സ്, പ്രത്യേകിച്ച് മനസ്സിലായോ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാം ഇവരെ പറ്റിച്ചുകൊണ്ട് പോകും. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, നല്ല ഒരു രീതിയിലുള്ള ഒരു ഓൾ സീസണൽ റോഡുകളില്ല. ഇത് ദൂരെയുള്ള ഒരു മാണ്ടി അല്ലെങ്കിൽ ചെറിയൊരു മാർക്കറ്റിൽ കൊണ്ട് എത്തിക്കാനായിട്ട് അവരുടെ അടുത്ത് ഇതില്ല, നല്ല റോഡില്ല. അപ്പൊ എന്നിട്ട് പലവരും ഇവരെ ചൂഷണം ചെയ്യും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നടക്കുന്നത് ഡിസ്ട്രസ് സെയിലാണ്. മനസ്സിലായി, അവർ ഇഷ്ടമില്ലാതെ തന്നെ അവർ വിറ്റു. കാരണം അല്ലെങ്കിൽ വിറ്റില്ലെങ്കിൽ അവർ നശിച്ചു പോകും. ഞാൻ പറഞ്ഞ അഗ്രികൾച്ചർ കമോഡിറ്റീസ് ബൾക്കിയാണ്. അത് പ്രോസസ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ ഗ്രേഡ് ചെയ്യാനോ സ്റ്റാൻഡർഡൈസ് ചെയ്യാനോ അവർക്ക് അതിനുള്ള മാർഗങ്ങളില്ല. ആൻഡ് ദേ ആർ വെൽ ഡെവലപ്ഡ് പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഹാവ് എൻ ഇൻറ്റഗ്രേഷൻ. ഈ എല്ലാ അഗ്രികൾച്ചർ നയങ്ങളും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്താണ് വിത്ത് ദ പോളിസീസ്? ഏതെല്ലാം കൂടിയാണ്? ലാൻഡ്, വാട്ടർ, എനർജി, ട്രേഡ്, ക്രെഡിറ്റ്, ലേബർ, ആഗ്രോ പ്രോസസ്സിംഗ് ആൻഡ് എൻവയറമെന്റ്. ഇതെല്ലാം നമ്മൾ ഈ മേഖലയിലുള്ള എല്ലാ നയങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിലേറ്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. Such a policy of integration also helps to combine the required interplays. ഇനി ഗ്രൗണ്ട് വാട്ടർ, ഫോർ ഇൻസ്റ്റൻസ് അവർ പറയാണ്, if the policy objective is to make the efficient use of groundwater, it can be achieved by subsidizing the cost of modern irrigation technologies. അപ്പൊ എഫിഷ്യന്റ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ നമ്മുടെ പോളിസി ലക്ഷ്യമുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ. എങ്ങനെയാണ്? സബ്സിഡി കൊടുക്കുക. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ സബ്സിഡൈസിങ് ദ കോസ്റ്റ് ഓഫ് മോഡേൺ ഇറിഗേഷൻ ടെക്നോളജീസിനാണ് കൊടുക്കുന്നത്. പക്ഷേ if the state government provides free and subsidized power for tubewell irrigation, this objective would be difficult to achieve. അവർ ടെക്നോളജീസിനാണ് കൊടുക്കുന്നത്, മനസ്സിലായോ? പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയാനാണ്, we will give free and subsidized power for tubewell irrigation.
അപ്പൊ ഈ ട്യൂബ് വെല്ലും അതിന്റെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇറിഗേഷൻ മോഡേൺ ഇറിഗേഷൻ ടെക്നോളജീസിന്റെ എക്സ്പെൻസ് ഇവർ വഹിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സബ്സിഡി മാത്രമേ ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുള്ളെങ്കിൽ then it will be a very very difficult to achieve എന്താണ് the policy objective of making the efficient use of the groundwater. Agriculture policy therefore എന്താണ് again to cite examples of these policy interventions oriented towards improving marketing channels will be effective only if they are linked to trade and tariff regulations. ഇനി എന്താണ് instruments of agriculture policy. Then എന്താണ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് സൈഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, സപ്ലൈ സൈഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ദേ ആർ ദ മീൻസ് ബൈ വിച്ച് ഇന്റൻഡഡ് പോളിസി ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. ദേ ആർ ദ മീൻസ് അല്ലേ. സപ്ലൈ സൈഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഡിമാൻഡ് സൈഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ദീസ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ അതൊരു മാർഗമാണ്. എന്തിനാണ് പോളിസി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല മാർഗങ്ങളാണ്. Effectiveness of this instrument not only depends upon the flexibility of the instrument to adapt to changes, but also on how it is being used in conjunction with other. അപ്പോൾ ഈ പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞ് പല ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. വി കനോട്ട് യൂസ് വൺ പോളിസി ഇൻസ്ട്രുമെന്റ് എലോൺ ഇൻ സെക്ലൂഷൻ. വി കനോട്ട് യൂസ് ഒരു പോളിസി ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി യൂസ്ഡ് ബട്ട് ഓൺ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് അതർ ഇൻസ്ട്രുമെന്റ്സ്. മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പൊ പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. എന്താണ്? ഒന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ കംപ്രൈസിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സബ്സിഡൈസ്ഡ് ഇൻപുട്ട്. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻ നിയന്ത്രണങ്ങളും പ്രൈമർലി ഓൺ ദ പ്രൈസസ് ആൻഡ് ദ ട്രേഡ്. പ്രൈസസിൽ വിലയിലും അതുപോലെ വ്യാപാരത്തിലും ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചില നിയന്ത്രണങ്ങൾ. മൂന്നാമത് ഡയറക്റ്റ് മാനേജ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ത്രൂ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഈ മേഖലയിൽ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസിന് കൂടി അവർ ഡയറക്റ്റ് മാനേജ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദനം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നു. അപ്പൊ കാർഷിക മേഖല ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചർ എ നമ്പർ ഓഫ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു? പ്രൈസ് സപ്പോർട്ട്, പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഇൻപുട്ട് സബ്സിഡീസ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ്, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ. ദേ ആർ അപ്ലൈഡ് ടു പെർസ്യൂ ദ പോളിസി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചർ എ നമ്പർ ഓഫ് പോളിസി ഇൻസ്ട്രുമെന്റ്സ്. ഇതെല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ആർ അപ്ലൈഡ് ടു പെർസ്യൂ ദ പോളിസി ഒബ്ജക്റ്റീവ്സ്. ഞാൻ പറഞ്ഞത് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ട്, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ദേ ആർ കോംപ്ലിമെന്റഡ് വിത്ത് ദ ട്രേഡ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടു അച്ചീവ് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വിച്ച് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇനി ഇതിനകത്ത് following are some of the main policy instruments used in promoting agricultural sector in India. ഒന്ന് സബ്സിഡീസ്. അപ്പൊ എന്തെല്ലാമാണ് അഗ്രികൾച്ചറൽ സെക്ടറിന് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊമോട്ടിംഗ്? വാട്ട് ആർ ദ എന്താണ് മെയിൻ പോളിസി ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ? ഒന്ന് സബ്സിഡീസ് ആണ്. ഒന്ന് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അഗ്രികൾച്ചർ സബ്സിഡീസ്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡീസ് ഉണ്ട്, രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡീസ് ഉണ്ട്, ഇൻപുട്ട് സബ്സിഡീസ് ഉണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they try to encourage private investment in agriculture. Private investment എന്തൊക്കെ? ഡ്രിപ്പ് ഇറിഗേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഫാം മെഷീൻസ്, ഇതിലെല്ലാം നമ്മുടെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന സബ്സിഡിയാണ് നമ്മൾ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡീസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻപുട്ട് സബ്സിഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ആർ യൂസ്ഡ് ഫോർ സബ്സിഡൈസിങ് ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ, ഫാം പവർ, സീഡ്സ്, പെസ്റ്റിസൈഡ്സ്. ഇതുകൂടാതെ ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ട്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റിൽ കൂടി. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? മണി ലെൻഡേഴ്സ് എന്നല്ല. ഫാമേഴ്സിന് കൂടുതലായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് കിട്ടാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ദേ റിക്വയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ്. പക്ഷെ അഗ്രികൾച്ചർ ഈസ് സീസണൽ. ഈ സീസണൽ കൃഷി അല്ലാത്ത സമയത്ത് അവർക്ക് ഇഷ്ടം പോലെ ചെലവുകളുണ്ട്. ചിലപ്പോൾ മാരേജ് കണ്ടക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലത്തിലെ ഉത്സവമോ പള്ളിയിലെ പെരുന്നാളോ ഇതൊക്കെ നടത്താനായിട്ടും മനസ്സിലായോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർക്ക് ത്രൂ ഔട്ട് അവർക്ക് എക്സ്പെൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഈ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസിന് ബാങ്കുകളിൽ ലോൺ കൊടുക്കൂല.
കൃഷിക്കാരെന്ന് പറഞ്ഞതിന് മേടിച്ചിട്ട് അവർ വക മാറ്റി ചെലവാക്കുമ്പോൾ അത് കാർഷിക കടമായിട്ട് വരുന്നത്. അത് ഈ കാർഷിക കടം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് മണി ലെൻഡേഴ്സ് നിന്ന്, ബ്ലേഡ് കമ്പനിക്കാരുടെ പൈസ മേടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാർഷിക മേഖലയിൽ ഇപ്പൊ കർഷകൻ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ പിന്നെ പെടുമരണം വരിച്ചു എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം പലപ്പോഴും ഇതിന്റെ പിന്നിൽ ഈ സ്വകാര്യ മണി ലെൻഡേഴ്സ് ഉണ്ട്. കാരണം ബാങ്കിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ലോൺ അല്ല അവരുടെ കടം, മറ്റവർ പ്രഷറൈസ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ലാൻഡിന്റെ ടൈറ്റിൽ അവർ മേടിച്ചെടുക്കും, അല്ലെങ്കിൽ കൃഷി ഉണ്ടാകുമ്പോൾ തന്നെ അവർ ഹാർവെസ്റ്റിങ്ങിന് മുമ്പ് സാധനം തന്നെ അവർ ആ ഏകദേശം മച്ചൂർ ചെയ്യുമ്പോൾ ഇതെല്ലാം അവർ കൃഷി അവന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. സോ ഹി ഹാസ് നോ അതർ മീൻസ്. ഇതെല്ലാമാണ് അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ടു മീറ്റ് ദർ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഡ്രീംസ്. പിന്നെ ഇത് കൂടാതെ ഫുഡ് സബ്സിഡി ഉണ്ട്. ഡസ് നോട്ട് ഡയറക്ട്ലി ഇപ്പോൾ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സബ്സിഡി അവർ ബിക്കോസ് ദേ ആർ ദ പ്രൊവൈഡേഴ്സ്. അപ്പോൾ ഫുഡ് സബ്സിഡി അവരെ കാര്യമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഗിവൺ ടു ദ കൺസ്യൂമേഴ്സ്. ഇറ്റ് ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് ദം ബൈ റേസിംഗ് ദ ഡിമാൻഡ് ഫോർ സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ്. ഇപ്പം എന്ത് ചെയ്യും? ദ ഗവൺമെന്റ് വിൽ ആസ്ക് ദം ടു പ്രൊഡ്യൂസ് മോർ. ഈ ഇടയ്ക്ക് കർണാടകയിൽ ഈ പ്രാവശ്യം ഇലക്ഷൻ നടന്നപ്പോൾ അവരുടെ ഒരു പോൾ പ്രോമിസ് ആയിരുന്നു, എന്തോ ഒരു പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു സ്കീം അനുസരിച്ച് എല്ലാവർക്കും പിന്നെ കർണാടകയിലെ എല്ലാവർക്കും 5 കിലോ അരി കൊടുത്തേക്കാൻ മതി. പക്ഷെ കേന്ദ്രം അരി റിലീസ് ചെയ്തില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? 2 വിധത്തിൽ അവിടെ പൊളിറ്റിക്സ് കളിക്കണേയാണ്. ഒന്ന്, അവിടെ കോൺഗ്രസ് ആണ് ഈ പ്രാവശ്യം ജയിച്ചത്. അപ്പൊ കോൺഗ്രസ് പിന്നെ അധികാരം കിട്ടാനായിട്ട് പോൾ പ്രോമിസസ് ഇലക്ഷൻ്റെ സമയത്ത് അവർക്ക് കുറെ പ്രോമിസസ്, അവർക്ക് വരെ പിന്നെ എന്താണ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരെ ഇത് പ്രോമിസസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോമിസസ് അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തു. ഈ വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല. സോ വാട്ട് ദ ഗവൺമെന്റ് പറഞ്ഞു, ഓക്കെ അരി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അരി ചെയ്യാം, അത്രയും അരിയിലുള്ള പൈസ നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പൊ ഇത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കും. പക്ഷേ ഇതെല്ലാം ആരാ? ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ കൈവശത്ത് നിന്നല്ല എടുത്തു കൊടുക്കുന്നത്. ഇതെല്ലാം ഹാർഡ് ഏൺ ചെയ്യുന്ന ആളുകൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഇതിട്ട് കളിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഫുഡ് സബ്സിഡി ഇത് ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് ബൈ റേസിംഗ് ദ ഡിമാൻഡ് ഫോർ ദ ഇനി ഇത് അല്പം എക്കണോമിക്സ് ആണ്. അതായത് സബ്സിഡി ഗിവൺ ടു എ ഫാമർ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ ഫോൾ ഇൻ ഇറ്റ്സ് പ്രൈസ് ബൈ ദ എമൗണ്ട് ഓഫ് സബ്സിഡി. ഇപ്പൊ 100 രൂപ 1 കിലോത്തിന് ഏതെങ്കിലും ഒരു വളത്തിന് അല്ലെങ്കിൽ ഇൻപുട്ട് വിത്തിന് 1 കിലോത്തിന് അല്ലെങ്കിൽ 1 കിലോത്തിന് 100 രൂപയാണ്. ഗവൺമെന്റ് പറയാ ഞാൻ നിങ്ങൾക്ക് 50 രൂപക്ക് സബ്സിഡിക്ക് തരികയാണ്. അപ്പോ 50 രൂപ സബ്സിഡി കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം ഈ കർഷകർക്ക് ഈ വസ്തുവിൽ യഥാർത്ഥ ഈ പിന്നെ വളം 50 രൂപയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. മനസ്സിലായോ? എ fall in the price of a commodity, it may be through subsidies, it is equivalent to an fall in the price of that product. അപ്പൊ അവർക്ക് 50 രൂപ അവർക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 50% അവർക്ക് വേണമെങ്കിൽ ഫാം അവർക്ക് വില കുറച്ച് കൊടുക്കുകയും ചെയ്യാം. So if subsidy is used as a policy instrument along with the stability in output price, it would enhance a farmer's income. അപ്പൊ 50 രൂപക്ക് 100 രൂപയുടെ വളത്തിന് 50 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ അവരിപ്പോ 50 രൂപ കുറച്ച് കൊടുത്തേച്ചാൽ മതി വളം മേടിക്കാനായിട്ട്. ഈ 50 രൂപ എന്ത് ചെയ്യും? ഇറ്റ് വുഡ് എൻഹാൻസ് ദ ഫാമേഴ്സ് ഇൻകം. However, if the market price declines due to input subsidy, the market price ഇപ്പൊ കർഷകർ വിചാരിക്കണേ അല്ലെങ്കിൽ ഗവൺമെന്റ് I have given you 50% subsidy, but you should bring down the price of the product. Its benefit would go to the consumers. അപ്പൊ 50% കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന്റെ വില കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് കർഷകന് അതുകൊണ്ട് ഒരു ഗുണമില്ല. ബട്ട് ഇറ്റ് വിൽ ബെനിഫിറ്റ് the benefit would go to the farmers and agro processing companies. ഉണ്ട് ഇതെല്ലാം പ്രോസസ് ചെയ്യുന്ന കമ്പനികളാണ്. ആഗ്രോ പ്രൊഡക്ട്സ് പ്രോസസ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ പറയുന്നത്. ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും, സ്റ്റാൻഡേർഡ് ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? സാധാരണ ഗതി ഒരു ഫ്രൂട്ട്സ് വെൻഡറിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഓറഞ്ച് ഒരു 3 തൊട്ടിലിനകത്ത് അതിൽ ഓറഞ്ച് വെച്ചിട്ടുണ്ടാവും. ആപ്പിൾ ഒരു 5 തൊട്ടിലിനകത്ത് വെച്ചിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞതിന് 3 രൂപ, അതിനെക്കാട്ടും കൂടുതൽ. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു കാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നതാണ്. അത് അദ്ദേഹം ഗ്രേഡ് ചെയ്യും, സ്റ്റാൻഡർഡൈസ് ചെയ്യും.
നേരെ മറിച്ച് ഇവിടെ കാർഷിക മേഖലയിൽ ഗ്രേഡ് ചെയ്യാനോ സ്റ്റാൻഡർഡൈസ് ചെയ്യാനോ സമയം ഇല്ലാത്തത് കാരണം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതേപോലെ വിറ്റഴിക്കുന്നതാണ്. ഈ ആഗ്രോ പ്രോസസിങ് ഇൻഡസ്ട്രീസ് ആണ് ഇത് യഥാർത്ഥത്തിൽ ഗ്രേഡ് ചെയ്യുന്നതും ഗ്രേഡ് ചെയ്യുന്നതും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും നല്ല വില ക്വാളിറ്റിക്ക് നല്ല വില മേടിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഫോർ കൺസ്യൂമർ, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഫാമർ, ബട്ട് ഇറ്റ് ഈസ് ടു ദ agro processing companies. Agricultural subsidies are questioned on environment. ഇനി അഗ്രികൾച്ചറൽ സബ്സിഡീസ് ഒരു പരിധി വരെ പല ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ്? പരിസ്ഥിതി അത് മോശം ചെയ്യും, സമത്വത്തിനെ മോശം ചെയ്യും, അതുപോലെ തന്നെ എഫിഷ്യൻസി, കാര്യപ്രാപ്തിയെ എഫിഷ്യൻസി ആസ് ദ എൻകറേജ്. കാരണം എന്താണ്? നമ്മൾ കൂടുതൽ സബ്സിഡി കൊടുക്കുമ്പോൾ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്സ് വരും, അമിതമായിട്ട് അത് ഉപയോഗിക്കും റിസൾട്ട്. അപ്പൊ അമിതമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോയിലിന്റെ മണ്ണിന്റെ വളക്കൂറ് കുറയും, സോയിൽ ന്യൂട്രിയൻറ്റ് ഇംബാലൻസസ് വരും. കാരണം ചില ന്യൂട്രിയൻസ് സോയിലിന്റെ ഉള്ള ചില ന്യൂട്രിയൻസ് ഇല്ലാതെയായി മാറുകയും ചെയ്യും. എൻവയറമെന്റൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ഉണ്ടാവും. ഈ തമിഴ്നാട്ടിലൊക്കെ മനസ്സിലായി, തമിഴ്നാട്ടിലും മറ്റ് ചില സംസ്ഥാനങ്ങൾക്കും വെള്ളം കിട്ടാഞ്ഞിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കിണറിൻ്റെ അവിടെ വരെയും നമ്മൾ വെള്ളം ഇത് ചെയ്യുമ്പോൾ വെള്ളം കിട്ടും. നേരെ മറിച്ച് അതെല്ലാം ഭയങ്കര താഴ്ത്തിയാണ് അവർ ഈ ഗ്രൗണ്ട് വാട്ടറിന് അവർ കുഴിക്കുന്നത്. ഇന്നെന്ത് ചെയ്യുമ്പോൾ ഭൂമിയുടെ വാട്ടർ ലെവൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. കാര്യം എന്നത്തെ കുറെ നാൾ ഇതെങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്ത് എല്ലാവരും മതില് കെട്ടി ഭൂമിയെല്ലാം കൈയേറി വെള്ളം ഒഴുകുന്ന പുഴയൊക്കെ ചെറുതാക്കി. ഇങ്ങനെ ഒന്നും വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല, പിന്നെ അവരോട് പോകും. അപ്പൊ അവര് വെള്ളം ഇതുപോലെ മഴ പെയ്യുമ്പോൾ പതുക്കെ പൊങ്ങിയിട്ട് ഓരോരുത്തരുടെ വീടുകളിൽ ചെന്ന് ഞങ്ങൾ ഇവിടുത്തെ കിടന്നുവെച്ചാൽ ഞങ്ങളുടെ സ്ഥലമൊക്കെ നിങ്ങൾ കയ്യേറിയില്ലേ. ചെന്നൈ ഇവിടെയൊക്കെ പിന്നെ വെള്ളപ്പൊക്കമൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡ്രൈ ലാൻഡ്. മനസ്സിലായോ? അതിന്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് അതുകൊണ്ടുണ്ടായത്. അത് ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും അതിന്റെ പങ്കുണ്ടാവും. വി ഡോണ്ട് ഗോ ടു ദാറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഓവർ a steep rise in the subsidy can crowd out public investment in agriculture. അപ്പൊ സബ്സിഡി വരുമ്പോൾ എന്താണ്? ഇനിയിപ്പോ ഇതിനകത്ത് പറഞ്ഞു തരുന്നതാണ്, ഈ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട്, ഇതാണ് ഈ പാരഗ്രാഫ് പറഞ്ഞത്, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഗുണം കിട്ടുന്നത് റിച്ച് ലാൻഡ് ലോഡ്സിനാണ്. നേരെ മറിച്ച് ഈ റിച്ച് ലാൻഡ് ലോഡ്സിന് കിട്ടുന്ന മനസ്സിലായി, ഇപ്പൊ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുക 50% നെല്ലിന്റെ വിത്തിന് സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് റിച്ച് ഫാമേഴ്സ് ആണ്, ജന്മികളാണ്, ലാൻഡ് ലോഡ്സ് ആണ്. അപ്പൊ അവർക്കാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഇതിന്റെ പ്രൊഡ്യൂസ് പുറത്ത് വരുമ്പോൾ, ഇതിന്റെ ഉൽപ്പന്നം പുറത്ത് വരുമ്പോൾ ആ ഉൽപ്പന്നം വിറ്റ് അവർക്ക് കിട്ടുന്ന വില, അവർക്ക് കിട്ടുന്ന പൈസ, അവർ ഗവൺമെന്റിന് ഒരു പൈസ പോലും ടാക്സ് കൊടുക്കുകയും വേണ്ട. കാരണം എന്താണ്? അഗ്രികൾച്ചർ ഇൻകം ഈസ് ഹോളി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുമ്പോൾ അത് ആർക്കാണ് അത് എത്തുന്നത്? ആ സബ്സിഡി ഏതൊക്കെയാണ്? മാർജിനൽ ഫാമേഴ്സിനാണ്. അതായത് അല്ലെങ്കിൽ എന്താണ്, മാർജിനൽ ഫാമേഴ്സിനാണ്, ദോസ് ഹു ഓൺ ലെസ് ദാൻ 1 acre അല്ലെങ്കിൽ ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബറേഴ്സിനാണ് ഇതൊക്കെ കിട്ടുന്നത്. അർഹതപ്പെട്ട ആൾക്ക് ഇത് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം കിട്ടുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു ലോബിയാണ് ഉള്ളത്. ഇതിനെ പറയുക ഓരോ വർഷവും ഇഷ്ടം പോലെ ബഡ്ജറ്റിൽ ഇഷ്ടം പോലെ പൈസ ഈ വളം സബ്സിഡിക്ക് വേണ്ടിയിട്ട്, വിത്ത് സബ്സിഡിക്ക് വേണ്ടിയിട്ടെല്ലാം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ബഡ്ജറ്റിൽ വകവെക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഗുണഭോക്താക്കൾ മോസ്റ്റ് ഓഫ് ദ 99% റിച്ച് ഫാമേഴ്സ് ആണ്, അല്ലെങ്കിൽ റിച്ച് ലാൻഡ് ലോഡ്സ് ആണ്. ഇനി അടുത്തത് പ്രൈസ് സപ്പോർട്ടാണ്. വാട്ട് ഈസ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് വൺ ഓഫ് ദ കീ ഡിറ്റർമിനൻസ് ഓഫ് ഇറ്റ് സപ്ലൈ. ഞാൻ കൂടുതൽ സപ്ലൈ ചെയ്യണോ കുറവ് സപ്ലൈ ചെയ്യണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിന്റെ പ്രൈസ്. നമ്മളെ ദിസ് ഇയേഴ്സ് പ്രൊഡക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ്. കഴിഞ്ഞ വർഷം എന്തിനാണ് കൂടുതൽ വില കിട്ടിയത്? നെല്ലിനാണോ ഗോതമ്പിനാണോ വില കിട്ടിയത് എന്നുണ്ടെങ്കിൽ കർഷകർ അതനുസരിച്ച് മാറും. മനസ്സിലായോ? റബ്ബർ ചില എന്തോ ഒരു എസൻസ് ഉൽപ്പാദിപ്പിക്കുന്ന എന്തോ ഒരു ഇതുണ്ടായത്, റബ്ബറിന്റെ ഇതെല്ലാം തടിയെല്ലാം വെട്ടി മാറ്റിയിട്ട് അതുകൊണ്ട് കൃഷി ചെയ്ത്
അത് ആദ്യം കൃഷി ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ഉൽപ്പാദനം ഉണ്ടായപ്പോൾ അത് അങ്ങനെ തന്നെ പച്ചക്ക് തന്നെ അത് വേ ചെയ്ത് അല്ലെങ്കിൽ അളന്ന് അവർക്ക് നല്ല വില കിട്ടിയിരുന്നു. ഇപ്പം അതിനൊട്ടും വിലയില്ല. റബ്ബറിന്റെ മരമൊക്കെ വെട്ടി നിരത്തിയാണ് ഇതൊക്കെ ചെയ്തത്. റബ്ബറിന്റെ മരം ഒരു ദിവസം കൊണ്ടൊന്നും ഇനി പിടിക്കൂല. ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. പറഞ്ഞ മനസ്സിലായി. അപ്പൊ പ്രൈസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കീ ഡിറ്റർമിനന്റ്. ഏതാണ് ഇപ്പൊ ഷുഗറിനാണ് കൂടുതലായിട്ട് ഇപ്പൊ വിലയാണെങ്കിൽ ഷുഗറിന്റെ പൈസ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അടുത്ത വർഷം ഷുഗറിന് ഷോർട്ടേജ് വരും. സോ ദേ വിൽ മോസ്റ്റ് ഓഫ് ദം വിൽ സ്റ്റാർട്ട് പ്ലാന്റിങ് ഷുഗർ കെയിൻ. നെല്ല്, ഗോതമ്പ്, ഇതെല്ലാം. അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾസും ഇതിനാണ് ഡിമാൻഡ്. അടക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, തേയില, അടക്ക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആണ്. ഇപ്പൊ ആരും തന്നെ തേങ്ങ ഇവിടെ കൃഷി ചെയ്യുന്നില്ല. കാരണം തേങ്ങക്ക് ഒരു വിലയില്ലെന്ന് പറയും. നേരെ മറിച്ച് അടക്ക, മറ്റ് ഏലക്ക, മറ്റേ എന്താണ് സ്പൈസസ്, ഇതെല്ലാം ഇപ്പൊ ആളുകൾ കൃഷി ചെയ്യണേ. കാര്യം എന്താണ്? ദേ മേ ഗെറ്റ് ബെറ്റർ പ്രൈസ് ദാൻ ദിസ്. ബെറ്റർ പ്രൈസ് ദാൻ ദിസ്. But the price of the product in organic, it's a key determinant of its supply. Therefore, price support works as an incentive to increase crop production, productivity, and farm income. The government fixes the minimum support price. എന്താണ്? What is this? MSP എന്ന് പറഞ്ഞാൽ that is താങ്ങുവില. മിനിമം സപ്പോർട്ട് പ്രൈസ് മീൻസ് മിനിമം താങ്ങുവില. അതായത് ആദ്യം തന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഇൻ കേസ് there is a glut in the market, the prices of the product which you are producing will not come down below that support price. താങ്ങുവില. അതായത് ഏതെങ്കിലും കാലവശ അനുകൂലമായിട്ടൊരു കാലാവസ്ഥ ഉണ്ടായി, നിങ്ങളൊരു ബമ്പർ ഹാർവസ്റ്റ്, വലിയ ഒരു ഹാർവസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഒരു ബമ്പർ ഹാർവസ്റ്റ് ബ്രിങ്സ് പോവർട്ടി, ഡിസ്ട്രസ് സെയിൽ ടു ദ ഓർഡിനറി ഫാമർ. സാധനങ്ങൾ കൂടുതലുള്ളപ്പോൾ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ 25 പൈസ വരെ എത്തിയിട്ടുണ്ട്. 25 പൈസ ഒരു കിലോത്തിന് കർണാടകത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂര്. ഇതവർ കൊടുത്തില്ല. 50 പൈസ എത്തിയിട്ട് അവർ കൊടുത്തില്ല. കാരണം എന്താണ്? കന്നുകാലികളെ മേയിച്ചവര്. അതെങ്കിലും എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതിന്റെ പുറത്താണ് കിടക്കുന്നത്. ഇങ്ങോട്ട് തിന്നും, പിന്നെ ഉറങ്ങും, ഇന്നും തിന്നും, പിന്നെ ഉറങ്ങും. 50 പൈസ മനസ്സിലായി? 50 പൈസക്ക് തക്കാളി കൊടുത്തത് ഇതേപോലത്തെ ഈ സീസണിൽ തക്കാളി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഓവർ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഇൻ കേസ് there is an over production, the prices of your products will not come down below that support price. ഇതപ്പോൾ താങ്ങുവില. അപ്പൊ നെല്ലിന് ഇപ്പോൾ 50 രൂപയാണ് നോക്കുക ഒരു കിലോത്തിന്, അല്ലെങ്കിൽ എന്തോ ഒരു യൂണിറ്റിന് 50 രൂപയാണ് നോക്കുക. അവരങ്ങനെ കൃഷി ചെയ്യുന്നത്. ഈ പ്രാവശ്യം റെക്കോർഡ് പ്രൊഡക്ഷൻ ഉണ്ടായി. റെക്കോർഡ് പ്രൊഡക്ഷൻ ആകുമ്പോൾ നെല്ലെടുക്കാൻ ആരും വരില്ല. സ്വകാര്യ വ്യക്തികൾ വന്നില്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഗവൺമെന്റ് ഇത് അക്വയർ ചെയ്യണം. എന്നിട്ട് അവരെ ഗോഡൌണിൽ സൂക്ഷിക്കണം. ഇതാണ് ഇതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ minimum support price. So when self-consumption is a relevant share of the production, price support becomes less effective in improving the farmer's welfare. But price support in order self-consumption is what is self-consumption? അതായത് producing for himself and for their family members alone. ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാത്രം. അതിൻ്റെ അർത്ഥം എന്നാൽ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ സെൽഫ് കൺസംഷൻ ഉണ്ടെങ്കിൽ ഈ MSP ഫെയിലായി പോകും. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസിലേക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ വിൽക്കുന്നില്ല. അപ്പൊ അത് ഫെയിലായി പോകും. ഇതാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഇൻ അഡീഷൻ ടു MSP, എ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം. ഇത് കൂടാതെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം ഈസ് ഇംപ്ലിമെന്റഡ്. ആഡ് ഹോക് ബേസിസ്, താൽക്കാലികമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പെരിഷബിൾ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ കമോഡിറ്റീസ് നോട്ട് കവർഡ് അണ്ടർ MSP. MSP മീൻ മിനിമം സപ്പോർട്ട് പ്രൈസിൽ കവർ ചെയ്യാത്ത പെരിഷബിൾ ആൻഡ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ നമ്മൾ പറഞ്ഞില്ലേ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, that is if this is done if either the production increases by at least by 10% or price decreases by 10% over the corresponding figures of the previous normal year, then its objective is to this is done if അപ്പോൾ 10% കൂടുതലായിട്ട് വില കൂടുകയോ 10% കുറവായിട്ട് വില കുറയോ അല്ലെ ഉൽപാദനം 10% കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി 10% കൂടുകയോ അല്ലെങ്കിൽ ഈ പിന്നെ വില 10% കൂടുതൽ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദീസ്
market intervention scheme will be applied. എന്താണ് its objective is to protect the growers from making distress sale. ഞാൻ പറഞ്ഞു മനസ്സിലായി? distress sale means ബമ്പർ ഹാർവെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രസ് ആർക്കും വേണ്ട, അവര് എടുക്കാതെ പോയി കളയും. ഈ കളക്ഷൻ ഏജൻസിമാരുണ്ട്, അവരൊക്കെ വന്ന് എടുക്കാതെ അവർ പോയി കളയും. പക്ഷെ ഇവർക്ക് അതേ നാൾ കൂടെ വെച്ചിരിക്കാനും പറ്റൂല. കാരണം പിറ്റേ ദിവസം തൊട്ട് ഈ ചെതല് കയറും, ഉറുമ്പ് കയറും, ഇതെല്ലാം നശിപ്പിച്ച് കളയും. in the event of a bumper crop when prices tend to fall below the economic levels. The direct payments. ഇനി എന്താണ് direct payments means? They are used as an instrument to maintain agricultural output within a predefined output quota. അതായത് ചില ഡെവലപ്ഡ് കൺട്രീസ്, നമ്മുടെ IMF-ലും വേൾഡ് ബാങ്കിലും ഇപ്പോൾ ഏറ്റവും വലിയ കണ്ടൻഷ്യസ് ഇഷ്യൂ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. മനസ്സിലായി? ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ അവർ ധാരാളം സബ്സിഡി ഈ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ ധാരാളം ആളുകൾ വന്ന് കാർഷിക മേഖലയിൽ നിന്നും ഇതുപോലെ തന്നെ 50% 60% കാർഷിക മേഖലയിൽ അവർ ഇത്, കാരണം അവർ ഹൈലി മെക്കനൈസ്ഡ് സിസ്റ്റം ഓഫ് ഫാമിംഗ് ആണ്. അപ്പോൾ ഇവര് ഗവൺമെന്റ് ഇത് കൂടാതെ ധാരാളം സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനെക്കാട്ടി വളരെ വില കുറച്ച് അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം അത്രയും ഹ്യൂജ് സബ്സിഡിയാണ് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഡെവലപ്പിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഇത്രയും കൂടുതൽ സബ്സിഡി ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ആർക്കും ഇത് മേടിക്കാം. വൈ? ഒന്ന് ക്വാളിറ്റി കുറഞ്ഞാണെന്ന് പറയും, രണ്ടാമത്തത് പ്രൈസസ് കൂടുതലാണെന്ന് പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യം, സം ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് യൂറോപ്യൻ യൂണിയൻ, USA യൂസ് ദിസ് പോളിസി ഇൻസ്ട്രുമെന്റ്. എന്താണ്? they are given for enabling the performance of the multifunctional role of agriculture, that is conservation of land and water resources, protection of natural environment and biodiversity, and provision of safe and high quality food, preservation of rural landscape and heritage, and socio-economic and cultural development of rural areas. ഇതെല്ലാം പബ്ലിക് ഗുഡ്സ് ആണ്, മാർക്കറ്റ് cannot provide them. Therefore, direct payments are given to farmers for performing these roles. ഇതെല്ലാം ഈ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് രാജ്യം ലൈക്ക് യൂറോപ്യൻ ആൻഡ് അമേരിക്ക, they are given a huge subsidy. ഇപ്പൊ ഞാൻ തന്നെ 50% സബ്സിഡി പറഞ്ഞപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ 50% കുറച്ച് വിൽക്കാം. കുറച്ച് വിറ്റ് അവർക്കൊരു ഗുണവും കിട്ടൂല. മനസ്സിലായോ? കുറച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഗുണം കിട്ടും, പക്ഷെ കൺസ്യൂമേഴ്സിന് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഇതിനാ മൊത്തത്തിൽ പറയുന്നത് എന്താണ്? അൺലൈക്ക് പ്രൈസ് സപ്പോർട്ട്, therefore direct payments are given to farmers. Unlike price support, this instrument is considered less trade distortive as it is not linked to the output price of any crop. ഇതെല്ലാം ഔട്ട്പുട്ട് പ്രൈസ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. ഇന്ത്യ ക്യാൻ യൂസ് ദിസ് ഇൻസ്ട്രുമെന്റ് ടു പ്രൊമോട്ട് ഓർഗാനിക് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അപ്പൊ എന്താണ്? Since organic farming has positive organic farming environment externalities in യാതൊരു വിധ കുഴപ്പമില്ല, farmers practicing organic farming may be provided direct payments on a per hectare basis as they are given a subsidy ക്ക് പറഞ്ഞ എന്താണ്? ഗ്രീൻ ബോണസ് എന്നാണ്. അപ്പൊ the concept of direct benefit is different from the concept of direct benefit transfer. നമുക്കറിയാം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലേ? ഇപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് അവര് ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. അവർക്ക് ഡയറക്റ്റ് ശമ്പളം കൂലി കൊടുക്കുന്നില്ല. എവറിത്തിങ് ഈസ് ബീങ് ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വർക്കർ. അവർക്ക് ബാങ്കിൽ ചെന്ന് ഇതെടുക്കാം. അപ്പൊ അവരാരും തന്നെ ചൂഷണം ചെയ്തില്ല. മറ്റേത് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് രാജീവ് ഗാന്ധി പറയാണ്, 1 രൂപ യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെ ഈ വെൽഫെയർ ക്ഷേമ പദ്ധതിക്ക് വേണ്ടിയിട്ട് 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറിക്ക് യഥാർത്ഥത്തിൽ ഗുണഭോക്താവിന് കിട്ടുന്നത് വെറും 15 അല്ലെങ്കിൽ 20 പൈസയാണ്. ബാക്കിയെല്ലാം ഡൽഹിയിൽ നിന്ന് ഇവിടെ വരണ്ടേ? അതിനിടയ്ക്ക് ഇഷ്ടംപോലെ ചോർന്ന് പോകും. ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഓഫീസ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ധാരാളമായിട്ട് അവർ കൈകാര്യം ചെയ്യും. യഥാർത്ഥത്തിൽ ഗുണഭോക്താവിന് കിട്ടുന്നത് വെറും 20 പൈസ മാത്രമാണ്. ഇത് മാത്രമല്ല,
ഗവൺമെൻറ് നിങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് പോയി വോട്ടിങ്ങിന് നിന്ന ഒരു ഗവൺമെൻറ്, നിങ്ങൾ വോട്ട് ചെയ്ത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ഗവൺമെൻറ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടും കൂടെ ഒരു സൂചനയാണിത് അല്ലേ? നേരത്തെ ഇപ്പം അതെടുത്ത് കളഞ്ഞു. ഗ്യാസിന് 1000 രൂപ അടക്കാൻ പറയും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ പേരിൽ 200 രൂപ 250 രൂപ നിങ്ങളുടെ പേരിൽ ഇത് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്യാസിൻ്റെ പേര് 1000 രൂപ. ഞാൻ ഉദാഹരണം പറയാൻ, യഥാർത്ഥത്തിൽ ഗ്യാസിൻ്റെ പേര് 1000 രൂപ നിങ്ങൾ അടക്കണം. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് 250 രൂപ നിങ്ങളുടെ ബാങ്കിൻ്റെ. ഇതാണ് ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേരിൽ 250 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് ഗവൺമെൻറ് ഈസ് ഡൂയിങ്? ഗവൺമെൻറ് ഹാസ് ഗിവൺ മീ 250 rupees as സബ്സിഡി. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റ് benefit transfer. But DBT, it is a system through which government transfers subsidy directly to the bank account of the intended beneficiary so that its a misdirection and leakage is curtailed. കണ്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ അത് കാര്യം തന്നെ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്താണ് അടുത്തത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്? അതായത് സ്ഥാപനങ്ങളിൽ നിന്നും ഒരു കർഷകന് ക്രെഡിറ്റ് മീൻസ് വായ്പയുടെ ആവശ്യം പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, അതേപോലത്തെ നബാർഡ്, അതേപോലത്തെ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് പ്രൊഡക്റ്റീവ് പർപ്പസസിന് മാത്രമേ കൊടുക്കൂ, മറ്റാത്ത മറ്റേതിന് കൊടുക്കില്ല. പലപ്പോഴും ഫാർമേഴ്സ് ചെയ്യുന്നതാണ്. ഫാർമേഴ്സ് അല്ല, മറ്റവരും പല വ്യവസായ സ്ഥാപനങ്ങളും നശിച്ചു പോകുന്നതൊക്കെ കാര്യം എന്താ? എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ്റെ പേരും പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേരും പറഞ്ഞിട്ട് തുടങ്ങും, അവർ ലോൺ എടുക്കും, എന്നിട്ട് അത് വക മാറ്റി വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കും. ഇതിന് നാച്ചുറലായിട്ട് ഫോളോ അപ്പ് ഒന്നുമില്ല. ഇത് എന്തിനു വേണ്ടി ചെലവാക്കുന്നത് പലവർക്കും ഇഷ്ടം പോലെ ആളുകൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്, രണ്ടാമത് പുതുക്കിയിട്ടുണ്ട്. ഈ പുതുക്കിയ ലോണെല്ലാം അനാവശ്യമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ബാങ്ക് ഈസ് ഓൺലി റെഡി, നല്ലൊരു കസ്റ്റമറാണ്, ഒരു മാസവും പിന്നെ പൈസ മുടക്കുന്നില്ല. അങ്ങനെ ആൾക്ക് ബാങ്ക് എന്ന് പറയും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ പൈസ തരാം. കാരണം ബാങ്കിനെ അറിയാം കിട്ടാക്കടമായിട്ട് അത് പോകില്ല. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് ആർ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്. ദ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് മണി ലെൻഡേഴ്സാണ്, ഇൻപുട്ട് ഡീലേഴ്സ് ഉണ്ട്, അവർ കടം കൊടുക്കും. പക്ഷേ വെളവ് എടുക്കുമ്പോൾ തന്നെ കൊടുത്തേക്കണം, അല്ലെങ്കിൽ ലാൻഡിൻ്റെ അത് മോർട്ട്ഗേജ് ചെയ്യണം, അല്ലെങ്കിൽ ഈടായിട്ട് വെക്കണം. വ്യാപാരികളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഇവിടെ നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ പണം അവർ എടുക്കുന്നത്. പക്ഷേ പലപ്പോഴും എന്താണ്, പലിശ ഭയങ്കര കൂടുതലായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഷോർട്ട് ടേം ഉണ്ട്, മീഡിയം ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇറ്റ് ഈസ് ഫോർ എന്താണ് സീഡ്സ്, മന്യൂർ, ഫെർട്ടിലൈസർ ഇങ്ങനത്തെ മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് 1 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഷോർട്ട് പീരിയഡ്. മീഡിയം ടേം മീൻസ് 1 വർഷം തൊട്ട് 5 വർഷം വരെ. ലോങ് ടേം മീൻസ് ഓവർ 5 ഇയേഴ്സിനാണ്. ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാക്ടർ മേടിക്കാനും ഇൻവെസ്റ്റ്, ലാൻഡ് ഡെവലപ്മെന്റ്, വല്ല കുളം കുത്തുന്നതിന് വേണ്ടിയിട്ടോ കിണർ കുത്തുന്നതിന് വേണ്ടിയിട്ടോ കന്നുകാലികൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ടോ ചെറിയ ചെറിയ കലപ്പ, അതുപോലത്തെ ജനറേഷൻ ഓഫ് അതർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, അങ്ങനെ 3 തരത്തിലുള്ള ലോണുകളാണ് അവർ കൊടുക്കുന്നത്. അറിയാമല്ല, ഒന്ന് പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ 1 വർഷത്തിന് താഴെ, രണ്ടാമത് 1 വർഷം തൊട്ട് 5 ഇയേഴ്സ് ചില നിലവിലുള്ള ലാൻഡിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ 5 വർഷം തൊട്ട് മുകളിലേക്ക് അപ് ടു 20 ഇയേഴ്സ് പോണെങ്കിൽ ട്രാക്ടർ മേടിക്കാനും ട്യൂബ്വെൽ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ പ്രൊവിഷൻ ഓഫ് ചീപ്പ് ആൻഡ് ടൈംലി ക്രെഡിറ്റ് ഹെൽപ്സ് ദ ഫാമേഴ്സ് ഇൻ അപ്ലൈങ്. അപ്പോൾ ഫാമേഴ്സിന് ഇത് ഞാനൊരു സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഈസ് ഫോർ ദ ഫാമേഴ്സ് ഈസ് നോട്ട് ദ ലാക്ക് ഓഫ് ക്രെഡിറ്റ്. അവർക്ക് വായ്പ കിട്ടാഞ്ഞിട്ടല്ല, ബട്ട് ദ ലാക്ക് ഓഫ് ടൈംലി ക്രെഡിറ്റ്. ഒരു ബാങ്കിൻ്റെ ഞാൻ ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ദ മാനേജർ ഓഫ് ദ ബാങ്ക് വാസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ് വി ആർ റെഡി ടു ഗിവ് ബാക്ക് ലോൺസ്. പക്ഷേ അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ ലാക്ക് ഓഫ് ക്രെഡിറ്റ്, വായ്പ കിട്ടാഞ്ഞിട്ടല്ല, ബട്ട് ദ മെയിൻ പ്രോബ്ലം ഈസ് ദ ലാക്ക് ഓഫ് എന്താണ് ടൈംലി ക്രെഡിറ്റ്. വിത്ത് വിതക്കുന്ന സമയത്ത് കിട്ടേണ്ട ലോൺ ഹാർവെസ്റ്റ് സമയത്ത് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഡൈവേഴ്സിഫൈ ഫാം ആക്ടിവിറ്റീസ് ആൻഡ് ഇംപ്രൂവ് ഫാമിംഗ് ഇൻകം. എ മേജർ പോളിസി ഇഷ്യൂ ഈസ് ഹൗ ടു പ്രൊവൈഡ് ഈസി ആൻഡ് അഫോർഡബിൾ ബാങ്ക് ക്രെഡിറ്റ് ടു ടെനന്റ് ഫാമേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഇഷ്യൂ ഈസ് ഹൗ ടു പ്രൊവൈഡ് ഈസി ആൻഡ് അഫോർഡബിൾ ബാങ്ക് ടു ടെനന്റ് ഫാമേഴ്സ്, ഗ്രൂപ്പ് ഫാമേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് എക്സെട്ര.
ഇനി അടുത്തത് ക്രോപ്പ് ഇൻഷുറൻസ്. ഇതാണ് ഏറ്റവും വലിയ പരിപാടിയാണ്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാലാവസ്ഥപരമായിട്ട് ചാഞ്ചാട്ടം ഉണ്ടാകുന്നുണ്ട്, ഗ്ലോബൽ റിസ്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് എന്താണ്, ഒരു ക്രോപ്പ് ഇൻഷുറൻസ് എടുപ്പിക്കുക. ഇന്ത്യൻ അഗ്രികൾച്ചർ 3 types ഓഫ് ഫെയിലിയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മാർക്കറ്റ് ഫെയിലിയർ, ടെക്നോളജി ഫെയിലിയർ ആൻഡ് വെതർ ഫെയിലിയർ. ഇത് മൂന്നിനകത്തുനിന്നും സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ടു പ്രൊട്ടക്ട് ദം ഫ്രം ദീസ് ഫെയിലിയേഴ്സ് ആൻഡ് ഇഫക്റ്റീവ് പോളിസി ഇൻസ്ട്രുമെന്റ് ഈസ് എന്താണ്? ക്രോപ്പ് ഇൻഷുറൻസ്. എന്താണ് ക്രോപ്പ് ഇൻഷുറൻസ്? അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഫാം ഇൻകം. ഇറ്റ് എൻകറേജസ് ഫാമേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ ഫാം ടെക്നോളജീസ് ആൻഡ് അഡോപ്റ്റ് റിസ്കി ബട്ട് മോർ റെമ്യൂണറേറ്റീവ് ക്രോപ്പ് സിസ്റ്റം. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ മെത്തഡിൽ കൂടി തന്നെ പോകാതെ പുതിയ പുതിയ മാർഗങ്ങൾ നേടുക. റിസ്കി ആയിരിക്കും, കുഴപ്പമില്ല. ബിക്കോസ് ഗവൺമെന്റ് ഷുഡ് ഗീവ് ദം എന്താണ് ക്രോപ്പ് ഇൻഷുറൻസിന്റെ ബിസൈഡ്സ് പ്രൊട്ടക്ടിങ് ഫാമേഴ്സ്. അപ്പോൾ ഈ ക്രോപ്പ് ഇൻഷുറൻസ് കൊണ്ട് ഇതെന്താണ്? ഫാമേഴ്സിനെ സംരക്ഷിക്കുക മാത്രമല്ല, ഇതേപോലെ തന്നെ സെറ്റ് ബാക്സ് ഉണ്ട്. 3 നമ്മൾ പറഞ്ഞു. എന്താണ്? മാർക്കറ്റ് ഫെയിലിയർ, ടെക്നോളജി ഫെയിലിയർ, വെതർ ഫെയിലിയർ. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ helps to maintain income stability and minimizes the risk of non-payment of outstanding debt. So minimizes the crop failure ഉണ്ടെങ്കിൽ, ഇൻഷുറൻസ് ഇല്ലാതെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കട ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് റൂറൽ ഇൻഡെക്റ്റഡ്നെസ്. പെർമനന്റ് ആയിട്ട് അവരുടെ കട ഇങ്ങനെ കയറി കഴിഞ്ഞ വർഷം കൊടുക്കില്ല, അടുത്ത പ്രാവശ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ഓരോ മാസത്തെ അതിൻ്റെ പലിശ കൂടും, ഇങ്ങനെ പലിശ കൂടും. അൾട്ടിമേറ്റ്ലി കൃഷി ചെയ്യുന്ന സ്ഥലം ഇവരുടെ കയ്യിലാവും, ഈ കടം കൊടുക്കുന്ന ആളുകളുടെ കൈവശമാണ്. ഈവൻ ബാങ്കുകളുടെ കൈവശവും ഇത് തന്നെ പോവുകയും ചെയ്യും. ഓക്കെ. ഇനി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാലോ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് മീൻസ് പ്രത്യേകിച്ച് റോഡുകൾ അല്ലേ, വാട്ടർ കൺസർവേഷൻ, irrigation, land improvement, soil, water conservation, road, electricity, water and pasture land, improvement of major elements of infrastructure. ഇതെല്ലാമാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇൻ അഡീഷൻ ടു ജനറൽ സർവീസസ് പ്രൊവൈഡഡ് ടു പ്രൊഡ്യൂസേഴ്സ്, they include research, training, extension services, inspection services and pest and disease control. All these services help to boost agricultural economy. Then exchange rate and trade interventions. What is exchange rate management and trade interventions? They are used as policy instruments for protecting the interest of both the farmers and consumers. Generally, depreciation of domestic currency, നമുക്കറിയാം വിദേശ രാജ്യങ്ങളുടെ കറൻസിയുടെ depreciation, it would have positive impact on agriculture as it makes agriculture export cheaper. അപ്പോൾ ഡെപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ധാരാളമായിട്ട് നമ്മുടെ ഇവിടുന്നുള്ള എക്സ്പോർട്ട് കുറവായിരിക്കും, എക്സ്പോർട്ടിൻ്റെ വില കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് നമുക്ക് ചീപ്പറായിട്ട് കൂടുതലായിട്ട് ആൻഡ് ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ട് ബിക്കംസ് വെരി വെരി കോസ്റ്റ്ലി, thereby improving the export competitiveness. ഇനി ട്രേഡ് ഇന്റർവെൻഷൻ, ഇനി എന്താണ് ട്രേഡ് ഇന്റർവെൻഷൻ കംപ്രൈസ് കോട്ടാസ് മീൻസ് ഓരോ രാജ്യത്തിനും ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രമായിട്ട് അമേരിക്കയിലോട്ട് മാത്രം, നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ അമേരിക്കയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു അഭിപ്രായ വിനോദം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യക്കാർ പിന്നെ അമേരിക്കക്കാർക്ക് പിന്നെ കാർഷിക ഉൽപ്പന്നം കൊടുക്കില്ല. ഇന്ത്യക്ക് ഓയിൽ വേണം. ഇന്ത്യ ഈ ഇത് നമ്മുടെ സൗദി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് ഓയിൽ ഫ്രം റഷ്യ, ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് ഓയിൽ ഫ്രം നൈജീരിയ, കെനിയ. ഈ ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ധാരാളമായിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സൗദി അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് ഒരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? ഡയറക്ട്ലി they can go to Russia. Now Russia is now giving us enough and more of crude oil. മനസ്സിലായോ? Due to the Russia-Ukraine war, Russia is now giving a lot of crude oil to India. They are exporting a lot of crude oil to India. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സമയമെടുക്കും. So quotas, import duties, export subsidy, these are used to increase or decrease quantity of traded commodities and thus increase or decrease the domestic prices. ഇന്ന് WTOയുടെ റെഗുലേഷൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്. അതാ പറഞ്ഞത് കോട്ട. ഓരോ രാജ്യത്തിന് ഇത്ര കോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? ആ കോട്ടയിൽ കൂടുതലായിട്ട് നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റേ രാജ്യത്തിന് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതിയോ കയറ്റുമതിയോ ചെയ്യണമെങ്കിൽ അതിന് കോട്ട കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഓൺ അഗ്രികൾച്ചർ ട്രേഡ് ഇൻ ഇന്ത്യ ടു ബി ലിഫ്റ്റഡ് വിത്ത് the import duties, sustainability. Okay. Warehouse receipts ഉണ്ട്.
ഇത് ആവശ്യത്തിന് സ്വന്തമായി അവിടെ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റെസീറ്റ് കൊടുക്കും. അവിടെ കൊണ്ട് അവരുടെ വസ്തുക്കൾ അവർ കൊണ്ട് സ്റ്റോർ ചെയ്യും. അവർക്ക് റെസീറ്റ് കൊടുക്കും. ഈ റെസീറ്റ് ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഈട് കൊടുത്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.